ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസിറ്റ് ബേ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തെല്ലാമാണെന്നുള്ളതാണ്. നിങ്ങളൊക്കെ അറിയാം, നമ്മൾ ഈ പറയുന്ന രീതിയിൽ എല്ലാ ദിവസവും 10 മണിക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ ഡെയിലി കറണ്ട് അഫയേഴ്സുകൾ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ MCQ ടൈപ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ വീക്ക്ലി കറണ്ട് അഫയേഴ്സുകളിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ നിങ്ങൾ പറഞ്ഞു പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങളുടെയൊക്കെ എന്താണ് അധികമായിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പറഞ്ഞു പോകും, പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പോകാറില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ വീക്കിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ റിവൈസ് ചെയ്ത് പോകാനായിട്ട് എന്ത് ചെയ്യും നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലെ, ഈ പറഞ്ഞ അഡീഷണൽ പോയിന്റ് വേണ്ടാത്ത ആളുകൾക്ക് ഈ പറഞ്ഞ രീതിയിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മനസ്സിലാക്കി പോകാൻ ഇത് സഹായകമാകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, മുഴുവനായിട്ട് ഈ പറയുന്ന വീഡിയോ കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? ആഗോളതലത്തിൽ 5G മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ അമേരിക്കയെ പിന്തള്ളി ഇന്ത്യ എത്രാം സ്ഥാനത്താണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലെ. ഇതാണ് ആഗോളതലത്തിൽ 5G മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ അമേരിക്കയെ പിന്തള്ളി ഇന്ത്യ എത്രാം സ്ഥാനത്തേക്കാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എത്രാം സ്ഥാനത്തേക്കാണ്? 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം, 4-ാം സ്ഥാനം എന്നിങ്ങനെ പറയുന്ന സ്ഥാനങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. എത്രാമാണ്? 2-ാം സ്ഥാനത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ ആഗോളതലത്തിൽ 5G മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ അമേരിക്കയെ പിന്തള്ളി ഇന്ത്യ എത്രാം സ്ഥാനത്തേക്കാണ് എത്തിയതെന്ന് ചോദിച്ചാൽ അത് 2-ാം സ്ഥാനത്തേക്കാണ്. ഇപ്പോഴും 1-ാം സ്ഥാനത്തുള്ളത് ചൈനയാണ് അല്ലെ. ഫസ്റ്റ് പൊസിഷൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് ചൈനയാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പൊ ആഗോളതലത്തിൽ 5G മൊബൈൽ ഉപഭോക്താക്കളുടെ അല്ലെ എണ്ണത്തിൽ അമേരിക്കയെ പിന്തള്ളി ഇന്ത്യ എത്രാം സ്ഥാനത്തേക്കാണ് എത്തിയെന്ന് ചോദിച്ചാൽ അത് 2-ാം സ്ഥാനത്തേക്കാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. 2-ാം സ്ഥാനത്തേക്ക്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലൂടെ പോയാലോ. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത നമ്മൾ ആ ചോദ്യം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണെന്നുള്ളതാണ് അല്ലെ. എന്താണ്? മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് എന്നുള്ളതാണ്. ആരാണത്? പ്രശസ്ത നടിയായിട്ടുള്ള ശാരദയാണ് അല്ലെ. ആരാണത്? പ്രശസ്ത നടിയായിട്ടുള്ള ശാരദയാണ്. നിങ്ങൾ മറക്കില്ലെന്ന് വിശ്വസിക്കുകയാണ് അല്ലെ. നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശാരദയുടെ പഴയ മൂവീസിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള നമ്മൾ ഈ പറഞ്ഞ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത് അത് ശാരദയാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ശാരദയാണ്, ശോഭന ഒന്നും അല്ല കേട്ടോ. ശോഭനയോ ഉർവശിയോ KPS ലളിതയോ ഒന്നും അല്ല. ആരാണത്? ശാരദയാണ്. ഓക്കെ, നടി ശാരദയാണ്. പ്രധാനമായിട്ട് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രമാണ് എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത് അല്ലെ. പറയാം, 5 ലക്ഷം രൂപയും അതുപോലെ എന്താണ് പ്രശസ്തി പത്രവുമാണ് എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത് എന്നുള്ളതാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രമാണ് എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. ഇത് കേരള സർക്കാർ നൽകുന്ന ഒരു അവാർഡാണ് അല്ലെ. കേരള ഗവൺമെന്റ് നൽകുന്ന ഒരു അവാർഡ് കൂടിയാണ് JC ഡാനിയൽ എന്ന് പറയുന്നത്. JC ഡാനിയൽ പുരസ്കാരം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, JC ഡാനിയൽ, ഫാദർ ഓഫ് മലയാളം സിനിമ ആണല്ലോ അല്ലെ. പിന്നെ വിഗതകുമാരൻ പോലുള്ള മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ആര്, JC ഡാനിയൽ എന്ന് പറയുന്നത്. അപ്പൊ മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണത്? ശാരദയാണ് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഈ പറയുന്ന സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കൊണ്ട് ഈ പറയുന്ന നോട്ടുകളൊക്കെ ചിലപ്പോൾ എഴുതിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുകൾ കാണും. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കാരണം നമ്മൾ താഴെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ ലിങ്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ നമ്മൾ എഴുതിയിട്ടുള്ള നോട്ടുകൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, താഴത്തെ ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഈ പറയുന്ന നമ്മൾ ലൈവായിട്ട് പോകുന്ന എല്ലാ ക്ലാസ്സുകളുടെയും എന്താണ് നോട്ടുകൾ ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ PDF ആയിട്ട് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ സെറ്റ് ആണല്ലോ. ഇതെന്താണ്? ശാരദയാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിക്കുന്നത് എവിടെയാണ്? കക്കിനട, മുണ്ട്ര, തൂത്തുക്കുടി, വിശാഖപട്ടണം. എവിടെയാണ്?
ഏതാണത്? കാക്കിനടയാണ് അല്ലെ? ആന്ധ്രാപ്രദേശിലെ കാക്കിനടയിലാണ്. അല്ലെ? ആന്ധ്രാപ്രദേശിലെ കാക്കിനടയിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് അതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യ തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഗ്രീൻ അമോണിയ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള വലിയൊരു പ്ലാന്റും കൂടിയാണ് കാക്കിനടയിൽ എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ ഉൽപ്പാദിപ്പിക്കുന്ന അമോണിക്ക് കയറ്റി അയക്കുന്നത് എങ്ങോട്ടേക്കായിരിക്കും? ജർമ്മനി പോലുള്ള രാജ്യങ്ങളേക്കാണ്. അല്ലെങ്കിൽ ജർമ്മനി, ഇറ്റലി പോലെ രാജ്യങ്ങളെ, ജപ്പാൻ പോലെ രാജ്യങ്ങൾ. ജർമ്മനിയും ജപ്പാനാണ് പ്രധാനമായിട്ടും ഇതിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ ജർമ്മനി, ജപ്പാൻ പോലെ രാജ്യങ്ങളിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? കയറ്റി അയക്കുന്നത് എന്നുകൂടി എന്ത് ചെയ്യാം? ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? കാക്കിനട, ആന്ധ്രാപ്രദേശ് ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, എന്താണത്? കാക്കിനട, ആന്ധ്രാപ്രദേശ്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഇനി മറന്നുപോകില്ലല്ലോ, കാക്കിനട, ആന്ധ്രാപ്രദേശ്, ഗ്രീൻ അമോണിയ. ഓക്കെ, മനസ്സിലായോ? അടുത്തത് നംബിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് 2026 പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണെന്നുള്ളതാണ്. അല്ലെ? നംബിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ ഉത്തരം തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഏതായിരിക്കും അത്? ഏതായിരിക്കാം? അബുദാബി ആണ്. നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നംബിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് 2026 പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന് പറയുന്നത് ഏതാണത്? അബുദാബിയാണ്. ഏതാണത്? അബുദാബിയാണ്. അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബുദാബിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കുറെ വർഷങ്ങളായിട്ട്, അടുത്തൊരു 4-5 വർഷമായിട്ട് തന്നെ ഇപ്പറ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നഗരമാണ്. സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നഗരമാണ് അബുദാബി എന്ന് പറയുന്നത്. പക്ഷേ നമ്പർ 1 ആണോ ചോദിച്ചാൽ അല്ല, നമ്പർ 2 ആണ് അബുദാബി. ഓക്കെ, നമ്പർ 1 എന്ന് പറയുന്നത് ചൈനയാണ് കേട്ടോ. ചലി പറയുന്ന ക്വിങ്ഡോങ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ ഒന്നാമത് നിൽക്കുന്നത്. ഓക്കെ, രണ്ടാമതാണ് അബുദാബി എന്ന് പറയുന്നത്. അപ്പോൾ നംബിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് 2026 പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന് പറയുന്നത് അത് അബുദാബിയാണ്. ഓക്കെ, ഇനി നംബിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഈ നംബിയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2009 എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നംബിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ പറയുന്ന ഒരു കമ്പനി പ്രധാനമായിട്ടും തുടങ്ങുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത്, ഓക്കെ, ഇതിന്റെ ഒന്നാമത്തെ അതിന്റെ ഹെഡ് ക്വാർട്ടർ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? സെർബിയയാണ് അല്ലേ? പറയുന്നത് സെർബിയയിലെ ബെൽഗ്രേഡിലാണ്. സെർബിയയിലെ ബെൽഗ്രേഡിലാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ലിസ്റ്റിനകത്ത്, ഈ നംബിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സിനകത്ത് ഇന്ത്യയിൽ നിന്നുള്ള, ഓക്കെ, ഇന്ത്യയിലെ ടോപ്പ് നിൽക്കുന്നത് ഏത് സ്ഥലങ്ങളാണ്, ഏത് സിറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിൽക്കുന്നത് മാംഗ്ലൂരാണ്. ഓക്കെ, ഇന്ത്യയിൽ നിന്നുള്ള സിറ്റികളിലെ ടോപ്പ് നിൽക്കുന്നത് മാംഗ്ലൂരാണ്. 5ാമത് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരമാണ്. ഓക്കെ, തിരുവനന്തപുരമാണ് എന്ത് ചെയ്യുന്നത്? 5ാമത് നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടി എന്ത് ഓർത്തിരിക്കുക. അപ്പൊ നംബിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം അത് അബുദാബിയാണെന്ന് എന്ത് ഓർത്തിരിക്കുക. അബുദാബി. ഓക്കെ, അതേപോലെ തന്നെ ടോപ്പ് സിറ്റികൾ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സിറ്റികൾ, ഈ പറയുന്ന സുരക്ഷയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ടോപ്പ് സിറ്റികൾ നോക്കുകയാണെങ്കിൽ ഒന്ന് മാംഗ്ലൂരാണ്. 5ാം സ്ഥാനത്താണ് എന്ത് ചെയ്യുന്നത്? തിരുവനന്തപുരത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് 2026 ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന ഹൈസീസ് ട്രീറ്റി എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അല്ലെ? ഇതാണ് 2026 ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന ഹൈസീസ് ട്രീറ്റി എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ ഓപ്ഷൻ കാണുമ്പോൾ ഉത്തരം കണ്ടെടുത്താൻ വേണ്ടി സാധിക്കും. നോക്കി, അന്താരാഷ്ട്ര വ്യാപാരം, കാലാവസ്ഥാ വ്യതിയാനം, സമുദ്രങ്ങളും സമുദ്രജീവികളും, ആണവ നിരായുധീകരണം എന്നുള്ളതാണ്. അല്ലെ? ഏതായിരിക്കാം? ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഏതായിരിക്കാം ഈ ചോദ്യത്തിന് ഉത്തരം? ഹൈസീസ് ട്രീറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സമുദ്രങ്ങളും സമുദ്രജീവികളുമായിട്ട് എന്ത് ചെയ്തു? ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 2026 ഓക്കെ, ഹൈസീസ് ട്രീറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രങ്ങൾ സമുദ്രജീവികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സമുദ്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അതിൽ ഓഷ്യൻസിന് വേണ്ടിയിട്ടുള്ള, അല്ലെ, ഓഷ്യൻസിന്റെ ഈ പറഞ്ഞ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള, അല്ലെ, സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു സംയുക്ത ലോക രാജ്യങ്ങളുടെ ട്രീറ്റിയാണ് ഈ പറയുന്ന ഹൈസീസ് ട്രീറ്റി എന്ന് പറയുന്നത്. എന്താണത്? ഹൈസീസ് ട്രീറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതുമാണ്, ഈ പറയുന്ന ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാടുകളല്ല, അത് കരപ്രദേശങ്ങളല്ല, അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അത് ഓഷ്യൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സമുദ്രങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ? സമുദ്രങ്ങളിൽ ഈ പറയുന്ന ചില ബാക്ടീരിയാസ് ആയിട്ടുള്ള, ചില ആർഗേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ട് ഈ പറയുന്ന ഓക്സിജൻ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ പ്രധാനമായിട്ട് ഈ പറയുന്ന ലോകത്തിന്റെ ഈ പറയുന്ന ലങ്സ് എന്ന് പറയുന്നത്, അല്ലെ, എന്താണത്? പ്രധാനമായിട്ടും അത് ഈ പറയുന്ന കടലാണെന്ന് എന്ത് ചെയ്യുക, ഇപ്പൊ സമുദ്രങ്ങളാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അതേപോലെ തന്നെ വേൾഡ് ഓഷ്യൻ ഡേ എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്കെ,
വേൾഡ് ഓഷ്യൻ ഡേ എന്ന് പറയുന്നത് ജൂൺ 8 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂൺ 8 എന്ത് ചെയ്യുന്നത് വേൾഡ് ഓഷ്യൻ ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അത് 2025 വേൾഡ് ഓഷ്യൻ ഡേയുടെ തീം എന്ന് പറയുന്നത് അല്ലെ എന്താണത്? സസ്റ്റെയിൻ അല്ല, വണ്ടർ. ഓക്കെ, വണ്ടർ സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻ അസ്. സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻ അസ് അല്ലേ? വണ്ടർ സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻ അസ് എന്നുള്ളതായിരുന്നു എന്ത് ചെയ്യുന്നത് അതിന്റെ തീം എന്ന് പറയുന്നത് 2025. 2026 വന്നിട്ടില്ല. ഓക്കെ, അപ്പം വേൾഡ് ഓഷ്യൻ ഡേ എന്ന് പറയുന്നത് ജൂൺ 8 2025 തീം എന്ന് പറയുന്നത് വണ്ടർ സസ്റ്റെയിനിങ് വാട്ടർ സസ്റ്റെയിൻ അസ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 2026 ജനുവരിയിൽ ഈ പറയുന്ന പ്രാബല്യത്തിൽ വന്ന ഹൈസീസ് ട്രീറ്റി എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സമുദ്രങ്ങളും സമുദ്രജീവികളുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ITDP ഗ്ലോബൽ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട്സ് അവാർഡ്സ് 2026 പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത് ഏതിനാണ് എന്നുള്ളതാണ് അല്ലെ. ഇതാണ് ITDP ഗ്ലോബൽ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് അവാർഡ്സ് 2026 പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത് ഏതിനാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഏതായിരിക്കും അത്? കൊച്ചി വാട്ടർ മെട്രോ ആണ് അല്ലെ. ഏതാണത്? കൊച്ചി വാട്ടർ മെട്രോ ആണ്. ഓക്കെ, അപ്പൊ അവാർഡ് കിട്ടിയത് കൊച്ചിക്കാണോ ചോദിച്ചാൽ അല്ല അല്ലെ. ഈ പറയുന്ന അവാർഡ് കിട്ടിയത് കൊച്ചിക്കല്ല. അവാർഡ് കിട്ടിയത് ബ്രസീലിലെ സാൽവഡോർ നഗരത്തിനാണ്. സാൽവഡോർ നഗരത്തിലെ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിക്കാണ് എന്ത് ചെയ്യുന്നത് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മനസ്സിലായോ? ബ്രസീലിലെ സാൽവഡോർ നഗരത്തിലെ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിക്കാണ് ITDP ഗ്ലോബൽ ട്രാൻസ്പോർട്ട് അവാർഡ്സ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത് കൊച്ചിയിലെ വാട്ടർ മെട്രോയ്ക്കാണെന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. ഇനി പ്രധാനമായിട്ട് മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഈ പറഞ്ഞ ITDP എന്താണെന്നുള്ളതാണ് അല്ലെ. എന്താണ് ITDP എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്പോർട്ട് ആൻഡ് ഡെവലപ്മെന്റ് പോളിസി എന്നുള്ളതാണ്. ഡെവലപ്മെന്റ് പോളിസി എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ ITDP എന്ന് പറയുന്നത്. ITDP ഓക്കെ, അമേരിക്ക എന്താണ് ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഒരു കമ്പനിയുടെ സംഘടനയാണ്. അപ്പൊ ITDPയുടെ 2026 പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണെന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അവാർഡ് യഥാർത്ഥത്തിൽ ലഭിച്ചിട്ടുള്ളത് ബ്രസീൽ സാൽവഡോർ നഗരത്തിലെ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇനി പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണ്. അത് വ്യത്യാസമുണ്ട്. ഓക്കെ, അടുത്ത നോക്കാം. അജന്ത എല്ലോറ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2026 പത്മവാണി അവാർഡ് ലഭിച്ചത് ആർക്കാണെന്നുള്ളതാണ്. അത് ഈ പറയുന്ന ഓപ്ഷൻ അത് എന്ത് ചെയ്യുന്നുള്ളൂ ഉത്തരം നൽകിയിട്ടുണ്ട്. ഏതായിരിക്കാം? അജന്ത എല്ലോറ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2026 പത്മവാണി അവാർഡ് ലഭിച്ചത് ആർക്കാണത്? ഇളയരാജയ്ക്കാണ് അല്ലെ. ആർക്കാണത്? ഇളയരാജയ്ക്കാണ്. ഓക്കെ, ഈ പറഞ്ഞ സംഗീത രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ അജന്ത എല്ലോറ ഫിലിം ഫെസ്റ്റിവലിൽ എന്ത് ചെയ്യുന്നത് പത്മവാണി അവാർഡിന് ആരെ പരിഗണിച്ചിട്ടുള്ളത്? ഇളയരാജയെ പരിഗണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ. ഇനി ഇത് കൊടുക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മഹാരാഷ്ട്രയിലെ സാംബാജി നഗറിൽ വെച്ചാണ് അല്ലേ. സാംബാജി, വെറും സാംബാജി അല്ല, ഓർത്തിരിക്കുക. ഛത്രപതി സാംബാജി നഗർ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന അവാർഡ് നൽകുന്നത് എന്നുള്ളതാണ്. നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറഞ്ഞ ഛത്രപതി സാംബാജി നഗർ എന്നുള്ളത് ഇപ്പോഴത്തെ പേരാണ്. പണ്ടത്തെ പേര് എന്ന് പറയുന്നത് ഔറംഗാബാദ് എന്നുള്ളതാണ് അല്ലെ. ഔറംഗാബാദ് എന്നുള്ളതാണ് പഴയ പേര്. ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ഛത്രപതി സാംബാജി നഗർ എന്നുള്ള പേരിലേക്ക് എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നത്. മഹാരാഷ്ട്രയിലാണെന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അപ്പൊ അജന്ത എല്ലോറ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2026 പത്മവാണി അവാർഡ് ലഭിച്ചത് പ്രധാനമായിട്ടും നമ്മുടെ ഇളയരാജയ്ക്കാണെന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. ഇളയരാജ. ഓക്കെ അല്ലേ. അടുത്ത നോക്കാം. ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് അല്ലെ. ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. അവിടെ ഓപ്ഷൻസിനകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. ഏതാണത്? രാജസ്ഥാനാണ് അല്ലെ. ഏതാണത്? രാജസ്ഥാനാണ്. നമ്മൾ പറഞ്ഞു ആദ്യം നടപ്പിലാക്കുന്നത് ഗുജറാത്താണ്, രണ്ടാമതാണ് എന്ത് ചെയ്യുന്നത് രാജസ്ഥാൻ എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. ഇനി എന്താണ് ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സർക്കാർ കുറച്ച് പ്രദേശങ്ങൾ അവരെന്ത് ചെയ്യും സംരക്ഷിത പ്രദേശങ്ങൾ അവിടെ നിർത്തും. അതായത് ആ പ്രദേശങ്ങളിലെ ആളുകൾക്ക് വസ്തുക്കൾ മേടിക്കാനോ വിൽക്കാനോ സാധിക്കില്ല.
ഓക്കെ, വിളിക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ രീതിയിൽ വസ്തുക്കൾ മേടിക്കാനും വിൽക്കാനും സാധിക്കാത്ത പ്രദേശങ്ങളെയാണ് ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഹിമാചലിൽ കാണാൻ വേണ്ടി സാധിക്കും, നോർത്ത് ഈസ്റ്റിലൊക്കെ നമുക്ക് എന്ത് വേണ്ടി കാണാൻ വേണ്ടി സാധിക്കും അല്ലെ, സിക്കിമിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഗുജറാത്തിന് ശേഷം ഈ പറഞ്ഞ ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് പറഞ്ഞ രാജസ്ഥാനാണ്. ഓക്കെ, ഇതാണിത് രാജസ്ഥാനാണെന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം ഏതാണ് എന്നുള്ളതാണ് അല്ലെ. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം ഏതാണ് എന്നുള്ളതാണ് ഉത്തരം എന്ന് പറയുന്നത്. എന്താണ്? കഷിവാസാക്കി കരീബ എന്നുള്ളതാണ് അല്ലെ. എന്താണത്? കഷിവാസാക്കി കരീബ. ആ പേരിനകത്ത് തന്നെ ഉണ്ട് എവിടുന്നാന്നുള്ളത്. എവിടെയാണത്? ജപ്പാനിലാണ് അല്ലെ. ജപ്പാനിലാണ് എന്തുള്ളത്? ഈ പറയുന്ന കഷിവാസാക്കി കരീബ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയമുള്ളത്. 2011 ഓക്കെ, ഈ പറഞ്ഞ ഫുക്കുഷിമ ദുരന്തം നടന്നപ്പോൾ, ഫുക്കുഷിമ ഈ പറയുന്ന ദുരന്തം നടന്നതിന് ശേഷം അവിടുത്തെ പറഞ്ഞ ആണവ റിയാക്ടറുകളൊക്കെ ഉരുകിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫുക്കുഷിമ ആണവ നില നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു എർത്തുകയൊക്കെ ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് വലിയ ആണവ ദുരന്തം ഈ പറഞ്ഞ ഫുക്കുഷിമയിൽ നടന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഒരുപാട് റിയാക്ടറൊക്കെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് എന്തല്ല, ജനവാസ യോഗ്യമായിട്ടല്ലാത്തൊരു പ്രദേശമായിട്ട് മാറുകയായിരുന്നു. അപ്പൊ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ പറയുന്ന എന്താണ് കഷിവാസാക്കി കരീബ എന്ന് പറയുന്ന പുതിയ ആണവ നിലയം എന്ത് ചെയ്യുന്നവരെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലോകത്തിന്റെ ഏറ്റവും വലിയ ആണവ നിലയം കൂടിയാണ് എന്തെന്ന് പറയുന്നത് കഷിവാസാക്കി കരീബ എന്ന് പറയുന്ന ആ പുതിയ ആണവ നിലയം എന്ന് പറയുന്നത്. എവിടെയാണത്? ജപ്പാനിലാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. പ്രധാനമായിട്ട് ഈ പറഞ്ഞ ജപ്പാന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആണവ നിലയം കൂടിയാണ് കഷിവാസാക്കി കരീബ എന്ന് പറയുന്ന ആണവ നിലയം എന്ന് പറയുന്നത്. അതിനോടൊപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 86കളിൽ 1986ലാണ് എന്ത് നടന്നിട്ടുണ്ടായിരുന്നത്? ചെർണോബില്, ഇപ്പോഴത്തെ യുക്രൈനിൽ, അതായത് പണ്ടത്തെ USSRൽ എന്ത് ചെയ്തത്? ചെർണോബിൽ ദുരന്തം എന്ത് ചെയ്ത് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ട് എന്ത് ഓർത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം ഇവിടെ ഏതാണത്? കഷിവാസാക്കി കരീബയാണ്. ഇത് ജപ്പാനിലാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്തത് ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിന്റെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണെന്നുള്ളതാണ് അല്ലെ. ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിന്റെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണെന്നുള്ളതാണ് ചോദ്യം. അതിനകത്ത് ഉത്തരം അവിടെ നൽകിയിട്ടുണ്ട്. ഏതാണത്? മുംബൈ ആണ് അല്ലെ. ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? മുംബൈ ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പൊ ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിന്റെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയായ ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് ഏതാണത്? മുംബൈ ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, എന്താണത്? മുംബൈ ആണ്. അതേപോലെ തന്നെ തീം എന്ന് പറഞ്ഞാൽ അനന്ത്യം എന്നുള്ളതാണ് കേട്ടോ. എന്റെ തീം എന്ന് പറഞ്ഞാൽ അനന്ത്യം, അനന്ത്യം എന്നുള്ളതാണ് എന്റെ തീം. അതായത് ഇൻഫിനിറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓർത്തിരിക്കുക, ഇൻഫിനിറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, ഹിന്ദിയിലാണ് ഈ പറഞ്ഞ അനന്ത്യം എന്ന് പറയുന്നത്, ഇംഗ്ലീഷിലാകുമ്പോൾ ഇൻഫിനിറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ അല്ലേ. അപ്പൊ ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിൽ പ്രഥമ ഉച്ചകോടിക്ക് വേദിയായ ഇന്ത്യൻ നഗരം അത് മുംബൈ ആണ്. അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് എന്നുള്ളതായിരുന്നു മറ്റൊരു ചോദ്യം. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും പുതിയ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ചോദ്യം എന്ന് പറയുന്നത്. ആരാണത്? ആര്യൻ വർഷ്യനെയാണ് അല്ലെ. ആരാണത്? ആര്യൻ വർഷ്യനെയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് ചെയ്യാന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും പുതിയ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണത്? ഈ പറയുന്ന ആര്യൻ വർഷ്യനെയാണ്. ഓക്കെ അല്ലേ. ബാക്കിയുള്ളവരൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ചെസ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ആര്യൻ വർഷ്യന്. അടുത്തത് അതിവിശിഷ്ട റെയിൽവേ സേവാ പുരസ്കാരം ലഭിച്ച RPF ഉദ്യോഗസ്ഥ ആരാണെന്നുള്ളതാണ് അല്ലെ. അതിവിശിഷ്ട റെയിൽ സേവാ പുരസ്കാരം ലഭിച്ച RPF ഉദ്യോഗസ്ഥ ആരാണെന്നുള്ളതാണ്. ആരാണത്? അത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അതിവിശിഷ്ട റെയിൽവേ സേവാ പുരസ്കാരം ലഭിച്ച RPF ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് ചന്ദൻ സിൻഹയാണ് അല്ലെ. ആരാണത്? ചന്ദൻ സിൻഹ അല്ലെങ്കിൽ ചന്ദന സിൻഹ എന്ന് പറയാം. ഓക്കെ, നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പുലിക്കുട്ടി അല്ലെ, അതാണ് പുലിക്കുട്ടി അല്ല, പകരം ആരാണത്? സിംഹക്കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർത്തിരിക്കുക, അതിവിശിഷ്ട റെയിൽവേ സേവാ പുരസ്കാരം ലഭിച്ച RPF ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് ചന്ദന സിൻഹയാണ്. പ്രധാനമായിട്ടും ഈ പറഞ്ഞ ബീഹാറിൽ നിന്നൊക്കെ UPയിലേക്ക് മറ്റും ചൈൽഡ് ലേബറിന് വേണ്ടിയിട്ട് കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കൊണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ UP പോലുള്ള പ്രദേശം ഒരുപാട് റെയിൽ നെറ്റ്വർക്കുകൾ വന്ന് കയറുന്ന ഒരുപാട് ഈ പറയുന്ന രീതിയിൽ എന്താണ് ആളുകൾ യാത്ര ചെയ്യുന്ന UP പോലൊരു സംസ്ഥാനത്ത് കുട്ടികൾ നഷ്ടപ്പെടാറുണ്ട്. ആളുകൾ ഈ പറഞ്ഞ ഹ്യൂമൻ ട്രാഫിക്കിന് ഇടയാവാറുണ്ട്. ഈ പറഞ്ഞ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ രീതിയിൽ ബാലവേലയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. ഇത്തരത്തിൽ വരുന്ന കുട്ടികളെയൊക്കെ പിടിക്കുക, ഹ്യൂമൻ ട്രാഫിക്കിങ് തടയുക, അതേപോലെ ആളുകളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരുപാട് ദൗത്യങ്ങൾ ചെയ്തതിൽ ഈ പറഞ്ഞ ഒരുപാട് എന്ത് ചെയ്യുന്ന പേര് കേട്ട വ്യക്തിയും കൂടിയാണ് ചന്ദന സിൻഹ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് RPFന്റെ അതിവിശിഷ്ട റെയിൽവേ സേവാ പുരസ്കാരം ആർക്ക് ലഭിച്ചത്? ചന്ദന സിൻഹയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ,
അടുത്ത ഓർക്കുക, 2016 ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരങ്ങളിൽ അസ്പയർ അവാർഡ് നേടിയ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഏതാണെന്നുള്ളതാണ് അല്ലെ. 2026 ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരങ്ങളിൽ അസ്പയർ അവാർഡ് നേടിയ കേരള സ്റ്റാർട്ടപ്പ് ഏതാണെന്നുള്ളതാണ്. ഏതാണത്? ഫ്യൂസിലേജ് ഇന്നോവേഷൻസ് എന്നുള്ളതാണ് അല്ലെ. എന്താണത്? ഫ്യൂസിലേജ് ഇന്നോവേഷൻസ് എന്നുള്ളതാണ്. ഇത് കേരളത്തിലെ എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ കൂടിയായിരുന്നു. പ്രധാനമായിട്ട് ഈ പറയുന്ന വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷിക്ക് അതേപോലെ തന്നെ പ്രതിരോധ മേഖലകൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രോണുകൾ അല്ലെ, ഈ പറയുന്ന പറക്കുന്ന ഡ്രോണുകൾ എന്ത് ചെയ്യാൻ നിർമ്മിച്ചു നൽകുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആരുടെ ലക്ഷ്യം? ഫ്യൂസിലേജ് ഇന്നോവേഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് അതിന് മുമ്പ് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന ഇ ഗവേണൻസ് മിഷന്റെ ഭാഗമായിട്ടൊക്കെ ഇവർ ഈ പറയുന്ന ഫ്യൂസിലേജ് ഇന്നോവേഷൻസിന് അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് 2026 ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരങ്ങളിൽ അസ്പയർ അവാർഡ് ആര് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്? ഫ്യൂസിലേജ് ഇന്നോവേഷൻസ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഡ്രോൺ മാനുഫാക്ചറിംഗ് ഒരു കമ്പനിയും കൂടിയാണ് ഈ പറയുന്ന ഫ്യൂസിലേജ് ഇന്നോവേഷൻസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഈ പറഞ്ഞ അഗ്രികൾച്ചർ, ഡിഫൻസ് എന്നീ പറഞ്ഞ മേഖലകൾക്കാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ട് ഇവർ ഈ പറയുന്ന ഡ്രോണുകൾ നിർമ്മിച്ച് നൽകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം 2026 ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരങ്ങൾ അസ്പയർ അവാർഡ് നേടിയ കേരള സ്റ്റാർട്ടപ്പ് അത് ഫ്യൂസിലേജ് ഇന്നോവേഷൻസ് ആണ്. അടുത്തത് പറന്നുയരാൻ കരുത്തോടെ എന്ന ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണെന്നുള്ളതാണ് അല്ലെ. പറന്നുയരാൻ കരുത്തോടെ എന്ന ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണെന്നുള്ളതാണ്. നോക്കിയാൽ റീമ കല്ലിങ്കലും പാർവതി തിരുവോത്തും ശോഭനയും മഞ്ജു വാര്യരെല്ലാം കാണാം. ആരാണത്? മഞ്ജു വാര്യരാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അല്ലെ. ആരാണത്? മഞ്ജു വാര്യരാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പറന്നുയരാൻ കരുത്തോടെ എന്ന ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ എന്ന് പറയുന്നത് അത് മഞ്ജു വാര്യരാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക, മഞ്ജു വാര്യരാണ്. ഓക്കെ, അതുപോലെ ഈ പറയുന്ന കേരള എന്ന് പറയുന്ന ഈ പറയുന്ന ക്യാൻസറിനെതിരെയുള്ള അല്ലെ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അംബാസിഡറായിട്ട് നിന്ന വ്യക്തിയും കൂടിയാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്നത് അല്ലെ. അപ്പം പറന്നുയരാൻ കരുത്തോടെ എന്ന ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണത്? മഞ്ജു വാര്യരാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അടുത്തത് ഇന്ത്യ UAE തമ്മിലുള്ള ഡാറ്റ എംബസി എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഇന്ത്യ UAE തമ്മിലുള്ള ഡാറ്റ എംബസി എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിരോധ സഹകരണം, ഊർജ്ജ സുരക്ഷ, വ്യാപാര നയം, ഡാറ്റ സുരക്ഷ. ഏതായിരിക്കും വരുന്നത്? ഡാറ്റ സുരക്ഷയാണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ നല്ല ഡേറ്റാസ് ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറയുന്ന രീതിയിൽ രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വളരെ സുരക്ഷിതമായിട്ട് വെക്കുന്ന പരിപാടിയാണ് ഈ പറയുന്ന ഡാറ്റ എംബസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യ UAE തമ്മിലുള്ള ഡാറ്റ എംബസി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡാറ്റ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം എന്ത് ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യ UAE തമ്മിലുള്ള ഡാറ്റ എംബസി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡാറ്റ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡാറ്റ സുരക്ഷയുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. അടുത്തത് ഇന്ത്യയുടെ ഗൈഡഡ് പിനാക്ക റോക്കറ്റുകൾ ആദ്യമായി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലെ. ഇന്ത്യയുടെ ഈ പറഞ്ഞ ഗൈഡഡ് പിനാക്ക റോക്കറ്റുകൾ ആദ്യമായി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ്. ഏതാണത്? അർമേനിയാണ് അല്ലെ. ഏതാണ് ആ രാജ്യം? അർമേനിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമായിട്ട് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മിസൈലുകൾ അതേപോലെ തന്നെയുള്ള ഈ പറയുന്ന പ്രതിരോധ സാങ്കേതിക മേഖലകളിലെ ഉപകരണങ്ങൾക്ക് വലിയ ഡിമാൻഡുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾക്ക്. ബ്രഹ്മോസിന്റെ കുറച്ച് യൂണിറ്റ് നമ്മൾ ഫിലിപ്പീൻസിന് നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യ നിർമ്മിച്ച് നൽകിയിട്ടുള്ള ഈ പറഞ്ഞ ബ്രഹ്മോസിന്റെ റഷ്യ ഇന്ത്യ സംയുക്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റമാണ് ബ്രഹ്മോസ്. ഈ ബ്രഹ്മോസ് ഈ പറഞ്ഞ ഫിലിപ്പീൻസിന് എന്ത് ചെയ്തിരുന്നു? നമ്മൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇന്ത്യയുടെ പിനാക്ക റോക്കറ്റ് സിസ്റ്റങ്ങൾ പ്രധാനമായിട്ടും പ്രിസൈസ് ഗൈഡഡ് മിസൈലുകളാണ് ഈ പറഞ്ഞ പിനാക്ക റോക്കറ്റുകൾ എന്ന് പറയുന്നത്. ഇത് ആദ്യമായി കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് അർമേനിയാണ്. പ്രധാനമായിട്ട് അർമേനിയ നമ്മുടെ ഒരു ഡിഫൻസ് പാർട്ണറാണ്. പ്രധാനമായിട്ട് മറ്റൊരു കാര്യം ഓർത്തിരിക്കുക, അർമേനിയയും അസർബൈജാനും തമ്മിൽ എന്തുണ്ട്? ചില സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലെ. അസർബൈജാനും നമ്മുടെ ഇന്ത്യ തമ്മിൽ ചില സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അർമേനിയ നമ്മുടെ എന്താണ് ഒരു മിത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഇന്ത്യ പ്രധാനമായിട്ടും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ ഗൈഡഡ് പിനാക്ക റോക്കറ്റുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം അത് ഏതാണത്? അർമേനിയ ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഡിഫൻസ് പാർട്ണർ ആണ് ആരെന്ന് പറയുന്നത്? അർമേനിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് 77ാം റിപ്പബ്ലിക് ദിനത്തിന്റെ പരേഡിന്റെ സംഗീതം ഒരുക്കിയത് ആരാണെന്നുള്ളതാണ് അല്ലെ. 77ാം റിപ്പബ്ലിക് ദിന പരേഡിന് സംഗീതം ഒരുക്കിയത് ആരാണെന്നുള്ളതാണ്. ആരാണത്? ഓസ്കാർ ഒക്കെ കിട്ടിയിട്ടുള്ള ആരാണ്? റഹ്മാൻ അല്ല, കീരവാണിയാണ്. ഓക്കെ, അപ്പൊ 77ാം റിപ്പബ്ലിക് ദിന പരേഡിന് സംഗീതം ഒരുക്കിയത് ആരാണത്? MM കീരവാണിയാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, ഈ പറയുന്ന വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കമ്പോസിഷൻ എന്ത് ചെയ്യുന്നത്? MM കീരവാണി എന്ത് ചെയ്യുന്നത് എന്നുള്ളതാണ്. RRR പോലെയുള്ള ഒരു ചിത്രത്തിന് എന്ത് ചെയ്യുന്നത്? സംഗീതം നൽകിയതിനാണ് ഈ പറയുന്ന നാട്ടു എന്ന് പറയുന്ന ഒരു സോങ്ങിന് സംഗീതം നൽകിയതിനാണ്
ഒരുക്കിയതിനാണ് MM കീരവാണിക്ക് ഓസ്കാർ എന്ത് ചെയ്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 77ാം റിപ്പബ്ലിക്കിന്റെ പരേഡിന് സംഗീതം ഒരുക്കിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണത്? MM കീരവാണിയാണ്. അടുത്തത് സൈമൊഴി ഇലക്കിയ ബിരുദം എന്ന പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് അല്ലെ. സൈമൊഴി ഇലക്കിയ ബിരുദം എന്ന് പറയുന്ന പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. അത് തമിഴ്നാടാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക, തമിഴ്നാടാണ്. കാരണം എന്താണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉള്ള അല്ലെ അവാർഡിന് പകരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സൈമൊഴി ഇലക്കിയ ബിരുദം എന്ന് പറയുന്ന പുരസ്കാരം എന്ത് ചെയ്യുന്നത് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതായത് ഹിന്ദി ഇതര ഭാഷകളായിട്ടുള്ള തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ബംഗാളി, അതേപോലെ തന്നെ മറാഠി അല്ലെ, അങ്ങനെയുള്ള പ്രാദേശികമായിട്ട് കാണുന്ന മറ്റ് ഭാഷകൾ അല്ലെ, മറ്റ് പ്രധാനപ്പെട്ട ഹിന്ദി ഒഴികെയുള്ള ബാക്കിയുള്ള ഈ പറയുന്ന ഭാഷകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈ സൈമൊഴി ഇലക്കിയ ബിരുദം എന്ത് ചെയ്യുന്നത് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പൊ സൈമൊഴി ഇലക്കിയ ബിരുദ പുരസ്കാരം ഏർപ്പെടുന്ന സംസ്ഥാനം അത് തമിഴ്നാടാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്തത് നദിയിലെ കടുവ എന്നറിയപ്പെടുന്ന മത്സ്യം ഏതാണെന്നുള്ളതാണ് അല്ലെ. നദിയിലെ കടുവ എന്നറിയപ്പെടുന്ന മത്സ്യം ഏതാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്ത കൂടിയാണ്. ഏതാണത്? ഹംപ്ഡ് ബാക്ക് മഹാസീർ എന്നുള്ളതാണ് അല്ലെ. ഹംപാക്ഡ് മഹാസീർ എന്നുള്ളതാണ്. പറഞ്ഞിരുന്നു ഈ പറഞ്ഞ ഈ IUCN റെഡ് ഡേറ്റ ലിസ്റ്റില് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് അല്ലെ, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന മത്സ്യമാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഹംപാക്ഡ് മെഹസീർ എന്ന് പറയുന്നത്. ഇത് കാവേരി നദികളിലാണ് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. കാവേരി നദിയിലാണ് എന്ത് കാണപ്പെടുന്നത്. ഇതിനെ സംരക്ഷിക്കുന്നത് ഏത് നദിയിലാണ്? കാവേരി നദിയാണ്. കാവേരി, കബനി ഒക്കെ ഭവാനി പോലുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു നദികൾ തമിഴ്നാട് സർക്കാരും ഈ പറയുന്ന മറ്റ് കർണാടക സർക്കാർ എല്ലാം കൂടെ ചേർന്നാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ സംരക്ഷിച്ചു പോരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ഫ്രഷ് വാട്ടർ ലേക്ക് ഫിഷ് ആണ് അല്ലെ. ഫ്രഷ് വാട്ടർ ലേക്ക് ഫിഷ് ആണ്. ഓക്കെ, അപ്പൊ നദിയിലെ കടുവ എന്നറിയപ്പെടുന്ന മത്സ്യം ഏതാണത്? ഹംപാക്ഡ് മഹാസീർ എന്നുള്ളതാണ്. ഓക്കെ, സെറ്റ് അല്ലേ. അടുത്ത് നോക്കാം. റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ് അല്ലെ. റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 16 ആണ് അല്ലെ. ഇപ്പൊ റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 16 ആണ് അല്ലെ. USA-യും UK-യും ചൈനയൊക്കെ എന്താണ് പിന്തള്ളിക്കൊണ്ടാണ് ഈ പറയുന്ന ഇന്ത്യ 16ാം സ്ഥാനത്തേക്ക് എന്ത് ചെയ്യുന്നത് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. 1ാം സ്ഥാനത്ത് ഇപ്പം സിംഗപ്പൂരൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. ഈ പറയുന്ന സിംഗപ്പൂരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1ാം സ്ഥാനത്ത് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. സിംഗപ്പൂര്, സ്വിറ്റ്സർലൻഡൊക്കെ എന്ത് 1-2 സ്ഥാനങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയുടെ സ്ഥാനം 16 ആണ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. നാസയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വംശജയായിട്ടുള്ള ബഹിരാകാശ യാത്രിക ആരാണെന്നുള്ളതാണ് അല്ലെ. നാസയിൽ നിന്ന് വിരമിച്ച ഈ പറയുന്ന ബഹിരാകാശ യാത്രിക ആരാണെന്നുള്ളതാണ്. ആരാണത്? സുനിത വില്യംസ് ആണ് അല്ലെ. സുനിത വില്യംസ് ആണ്. ഈ അടുത്തിടെയാണ് എന്ത് ചെയ്യുന്നത് സുനിത വില്യംസ് ഈ പറയുന്ന ബഹിരാകാശത്ത് നിന്ന് ഈ പറയുന്ന സ്പേസ് എക്സിന്റെ ഈ പറയുന്ന ഡ്രാഗൺ ക്രൂവിനകത്ത് എന്ത് ചെയ്യുന്നത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂവിൽ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നാസയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വംശജയായിട്ടുള്ള ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് ആണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ പറഞ്ഞ US നേവിയിലെ ഒരു പൈലറ്റ് കൂടിയായിരുന്നു സുനിത വില്യംസ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെയാണ് നാസയിൽ ജോയിൻ ചെയ്തത്. ഈ പറയുന്ന സ്പേസിൽ അല്ലെ പ്രധാനമായിട്ട് പറയുന്ന ഏറ്റവും കൂടുതൽ മാരത്തോൺ നടത്തിയിട്ടുണ്ടായിരുന്ന വ്യക്തി എന്നുള്ള ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള സുനിത വില്യംസിനാണ്. സ്പേസ് വാക്ക് നടത്തിയിട്ടുള്ള രണ്ടാമത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സ്പേസ് വാക്ക് നടത്തിയിട്ടുള്ള വനിത എന്നുള്ള റെക്കോർഡ് കിട്ടിയിട്ടുള്ളത് സുനിത വില്യംസിനാണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നാസയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വംശജയായിട്ടുള്ള ബഹിരാകാശ യാത്രിക അത് സുനിത വില്യംസ് ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്തൊരു നോക്കാം. സാങ്കേതിക തകരാറുകൾ മൂലം പരീക്ഷാവകാശം നിഷേധിക്കുന്നത് ആർട്ടിക്കിൾ 21 ലംഘനമാണെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി ഏതാണെന്നുള്ളതാണ് അല്ലെ. സാങ്കേതിക തകരാറുകൾ മൂലം പരീക്ഷ എഴുതാനുള്ള അവകാശം നിഷേധിക്കുന്നത് ആർട്ടിക്കിൾ 21 ലംഘനമാണെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി അത് അലഹാബാദ് ഹൈക്കോടതിയാണെന്ന് ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ പറയുന്ന ഉത്തർപ്രദേശിലെ പറയുന്ന ഒരു ഉർമിള PG യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന അല്ലെ. ഈ പറയുന്ന രാജുബായി യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ. രാജുബായി എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഓക്കെ, കേൾക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നും. രാജുബായി യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ രീതിയിൽ എക്സാമിനേഷൻ എഴുതാൻ കഴിയാതെ വരികയും അല്ലെ, അവർക്ക് ഈ പറയുന്ന സമയത്ത് ഈ പറഞ്ഞ അഡ്മിറ്റ് കാർഡ് കിട്ടാതെ വരികയും ആ കൊച്ച് ഈ പറഞ്ഞ രീതിയിൽ ഒരു കേസ് അലഹാബാദ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട്
ഹൈക്കോടതിയുടെ നിരീക്ഷണമായിരുന്നു സാങ്കേതിക തകരാറുകൾ മൂലം പരീക്ഷാവകാശം നിഷേധിക്കുന്നത് ആർട്ടിക്കിൾ 21 ലംഘനമാണെന്ന് പറഞ്ഞത് അലഹാബാദ് ഹൈക്കോടതിയാണ്. പ്രധാനമായിട്ടും അത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലേ, ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റിന് എന്താണിത്, ഒരു നിഷേധമാണെന്നാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. പറയുന്ന റൈറ്റ് ടു ലൈഫ്, പറയുന്ന ജീവിക്കാൻ, പറയുന്നത് എന്താണ് പറയുന്നത് വളരെ മാന്യമായിട്ട് ജീവിക്കാനുള്ള അവകാശമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ അവിടെ നിഷേധിക്കപ്പെടുന്നത് അല്ലെ. ഈ പറയുന്ന ജീവിക്കാൻ 21 എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ടതാണ് അല്ലെ, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 19 22 ആർട്ടിക്കിൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്നറിയപ്പെടുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ നിരീക്ഷണം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നിരീക്ഷണമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ബാക്കിയുള്ള ഹൈക്കോടതികളിൽ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. അപ്പം സാങ്കേതിക തകരാറുകൾ മൂലം പരീക്ഷാവകാശം നിഷേധിക്കുന്നത് ആർട്ടിക്കിൾ 21 ലംഘനമാണ് നിരീക്ഷിച്ച ഹൈക്കോടതി, അത് അലഹാബാദ് ഹൈക്കോടതിയാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വീക്കിലി കറണ്ട് അഫയേഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ LDCക്ക് വേണ്ടിയിട്ട്, അതായത് വരാൻ പോകുന്ന LDCക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ മിഷൻ LDC 2025 പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടിയിട്ട് മാത്രം നിങ്ങൾ പകുതി ഫീസ് നൽകിയാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം 2027 പുതിയ LDC അടക്കം നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ് അല്ലെ. ഈ വർഷത്തെ അവസാനത്തോടുകൂടി തന്നെ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യും, പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. അറിയാം വളരെയധികം കോമ്പറ്റീഷൻ കൂടി വരികയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മിഷൻ LDCയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴേക്കാണ് നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഡെയിലി സ്റ്റഡി പ്ലാൻ, ലൈഫ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും ഡെയിലി മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് അതിൻ്റെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ബാച്ചുകളിലേക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഇപ്പോൾ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് ഡൗട്ട് ഉണ്ടായാലും താഴേക്കാണ് നമ്മൾ വിളിച്ച് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക താഴേക്കാണ് നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻറ്റുകൾ ഇപ്പോൾ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഉത്തരങ്ങളൊക്കെ എന്ത് ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സെറ്റല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക ഇതൊക്കെ വായിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കൽ കൂടി പറയട്ടെ, ഇതിനൊക്കെ നോട്ട് വേണ്ടവർ എന്ത് ചെയ്യുക താഴെ കാണുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്താൽ മതി. നോട്ട് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു, വീണ്ടും കാണാം, ബൈ.